ഗായ്സ്, അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ തലേന്നാണ്. എൻ്റെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു. സോ അറ്റ് ലാസ്റ്റത്തെ സ്റ്റെപ്പ് ഈ കണി ഒരുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് കൃഷ്ണനെയൊക്കെ എടുത്ത് കൊണ്ടുവന്നു. ഞാനും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ കണി ഒരുക്കിയത്. കണ്ണൻ്റെ മേലിൽ ഇത്തിരി പൊടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ തുടച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തുണി വിരിച്ചിട്ട് അതിലേക്കാണ് കൃഷ്ണനെ വെച്ചത്. പിന്നെ നമുക്ക് പറ്റാവുന്ന വിധത്തിൽ നമ്മുടെ കയ്യിൽ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. ഈ മാല, പിന്നെ മയിൽപ്പീലി, പിന്നെ ഗുരുവായൂർന്ന് കിട്ടിയ ഒരു മഞ്ഞ മുണ്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഞങ്ങൾ പറ്റാവുന്ന വിധത്തിൽ സൂപ്പറാക്കിയിട്ടുണ്ടായിരുന്നു കണ്ണനെ. പിന്നെ 2 കൃഷ്ണന്മാരെയും കൂടി ഞങ്ങൾ അതിൻ്റെ താഴെ വെച്ചിട്ടുണ്ട്. അത് എൻ്റെ കൗതുകം കൊണ്ടും എൻ്റെ ആഗ്രഹം കൊണ്ടും മേടിച്ചതാണ്. ഒരെണ്ണം തിരുവമ്പാടിയിൽ നിന്ന് മേടിച്ചതും പിന്നെ ഒരെണ്ണം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ അതിന് ശേഷം ഫ്രൂട്ട്സും ആ സംഭവങ്ങളും ഒക്കെ വെച്ചു. പിന്നെ വിശറി പോലത്തെ സംഭവമില്ലേ കണിക്ക് വെക്കുന്നത്, അതെന്തിനാ വെക്കുന്നത്, എന്താ സംഭവം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് മാത്രമാണ് വെച്ചത്. പിന്നെ ഒരു മിററും കൂടിയും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് ഇടാൻ ഞാൻ മറന്നുപോയി കേസ്. പിന്നെ ഒരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആയപ്പോൾ. പിന്നെ അമ്മ എന്തൊക്കെയോ ഡെക്കറേഷൻസ് അവിടെ ചെയ്യാൻ നോക്കണുണ്ട്. ഞാൻ നല്ലതാണോ നല്ലതല്ലേ എന്ന് പറയും. കൃഷ്ണനെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തത് ഞാനല്ലേ, അതുകൊണ്ട് ഇപ്പം ഇത്തിരി പണി അമ്മയാണ് എടുക്കുന്നത്. നാളെ വിഷുവിൻ്റെ അന്ന് എന്തായാലും കുറച്ച് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക, അഭിപ്രായം പറയുക. അവസാനം നമ്മൾ വിളക്കും വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സും സംഭവങ്ങളും ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും പറയണം. അപ്പോൾ ഓൾ ഓഫ് യു ഹാപ്പി വിഷു.